പ്രിയപ്പെട്ട റേഷൻ വ്യാപാരി സുഹൃത്തുക്കളെ, ശ്രീ ജോണി നെല്ലൂർ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രാവശ്യം നിങ്ങളുടെ വിവിധ സംഘടനകളുടെ പരിപാടികളിൽ, സമരപരിപാടികളിലൊക്കെ പലപ്പോഴായി MLA ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒന്നിലധികം പ്രാവശ്യം, എനിക്ക് തോന്നുന്നു 2 3 പ്രാവശ്യം നിയമസഭയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാ സംഘടനകളും കൂടി ഒരുമിച്ച് ചേർന്ന് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഒരു പൊതു കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു ചേർന്നാണ് ഈ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ കൂട്ടായ തീരുമാനത്തിന് ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക. അത് ഫലം ഉണ്ടാകാതിരിക്കാൻ നിവർത്തിയില്ല. വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് 2018 ഏറ്റവും അവസാനമായിട്ടുണ്ടായത്. 2018 ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് കാലം മാറി അന്നുണ്ടായിരുന്ന വിലകൾ പരിശോധിച്ചാൽ അറിയാം, അതിൻ്റെയൊക്കെ ഇരട്ടി വിലയായി. ജീവിത ചെലവ് അല്ലാതെ വർദ്ധിച്ചു. മറ്റവർക്കൊക്കെ എത്ര DA കിട്ടി? ജീവനക്കാർക്കൊക്കെ നമ്മുടെ വില നിലവാരം ഉയരുന്നതനുസരിച്ച് ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഈ മാറ്റം ഉണ്ടാകണം. അതൊരു ന്യായമായ ഒരു ഡിമാൻഡാണ്. കാലാകാലങ്ങളിൽ അതുണ്ടാകണം. മാത്രമല്ല, ചുരുങ്ങിയ വേതനം ലഭിക്കുമ്പോൾ ആ വേതനത്തിൽ നിന്ന് റേഷൻ കടയുടെ വാടക കൊടുക്കണം, ജീവനക്കാരനെ നിയമിക്കണം, തുടങ്ങിയ ഒരുപാട് ചെലവുകൾ എല്ലാം കഴിഞ്ഞ് സ്വന്തം കുടുംബം നടത്തി പോകാൻ ഉള്ള പണം കിട്ടുന്നില്ല. അതാണ് സങ്കടം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷമവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസവും പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും അതാണ്. രണ്ടാമത്തെ കാര്യം, കോവിഡ് കാലത്ത് ഒരു കാര്യം ജോണി നെല്ലൂർ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും റേഷൻകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, MLA മാർ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞൊന്ന് തിരുത്തണം. ഞാൻ ജോയിയോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ MLA മാരും ഒരാൾ വീടിനകത്തില്ലാതെ കേരളത്തിലെ 140 MLA മാർ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് 3 പ്രാവശ്യം കോവിഡ് വന്നാൽ വീട്ടിൽ കയറി ഇരിക്കുന്നത് വരില്ലായിരുന്നു. അപ്പൊ ഇത് ഞങ്ങളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ ബയോമെട്രിക്സ് ആണ്. അന്ന് നോട്ട് പോലും തൊടാത്ത കാലത്ത് ഈ ബയോമെട്രിക്സിൽ വന്ന് എല്ലാവരും ചെക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു ഒരുപാട് പേർക്ക് രോഗബാധയായി, അല്ലേ? 65ഓളം ആളുകൾ മരിച്ചുപോയി. അവർക്കൊരു സഹായം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. സഹായം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും അവർക്കൊരു ആനുകൂല്യവും കൊടുക്കാൻ പറ്റാത്ത ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതി ഉണ്ടായി. അവർക്കെല്ലാം ആ കുടുംബത്തിൽ ആ വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളെയാണ് ആ കുടുംബത്തിനെല്ലാം നഷ്ടപ്പെട്ടത്. മാത്രമല്ല, ആ സമയത്താണ് കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ കമ്മീഷൻ നിശ്ചയിച്ചു. ആദ്യം കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. 2 മാസം, കറക്റ്റ് 2 മാസം കൊടുത്തു. പിന്നെ പറഞ്ഞു അതൊരു സൗജന്യ സേവനമാക്കി അതിനെ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കാലമല്ലല്ലോ ഇത്. സൗജന്യ സേവനം ഒരു വലിയ ജോലിയാണ്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമല്ല. ഒരുപാട് പേരെ എംപ്ലോയി ചെയ്ത് ചെലവ് കൂടിയുള്ള കാര്യമാണ് സ്റ്റോർ ചെയ്യുന്നത് ഉൾപ്പെടെ, അല്ലെ? സാധാരണ റേഷൻ കടയിൽ ഈ കിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. വേറെ പുറത്ത് മുറിയെടുത്ത്, എനിക്കറിയില്ല, മുറിയെടുത്ത് ആ മുറിയിൽ സ്റ്റോർ ചെയ്ത് ഒരുപാട് ചെലവും കാര്യമൊക്കെ വന്ന് പണം കിട്ടാതായപ്പോൾ വിഷമമായി കോടതി പോയപ്പോൾ കോടതി അനുവദിച്ചു കൊടുത്തു. ഈ സംസ്ഥാനത്തുണ്ടാക്കിയ ഏറ്റവും വിചിത്രമായ ഒരു കോടതി വിധി നടപ്പാക്കലായിരുന്നു. കോടതി പോയ 6 പേർക്ക് മാത്രം കൊടുത്തു. 6 പേർക്ക് മാത്രം കൊടുത്തു. ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനാണ്. ഞാനത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഒരു കോടതി വിധിയെ എത്രമാത്രം വളച്ചൊടിച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. ഒരു സമൂഹത്തിനാണ്, അല്ലാതെ ഈ കോടതി പോയ 6 പേർക്ക് മാത്രം ആനുകൂല്യം കൊടുത്താൽ മതിയോ? ഈ കിറ്റിന്റെ കൊടുത്താൽ അത് മാത്രം സംഘടന അവരും വഷളായി. കാരണം അവർ കോടതി പോയത് അവർക്ക് വേണ്ടി മാത്രമാണെന്നുള്ള തോന്നല് സാധാരണ റേഷൻ വ്യാപാരികളുടെ ഇടയിൽ ഉണ്ടാവും. അവരിതിനു വേണ്ടി കാശും ചെലവാക്കി കോടതി പോയിട്ട് വഷളായ ഒരു സ്ഥിതി ഉണ്ടായി. എന്തായാലും ആ പണം ഉറപ്പായിട്ട് ഇപ്പോൾ നിങ്ങൾ വാശിയോടുകൂടി എടുത്ത്, മോശക്കാരല്ല നിങ്ങൾ, 11,000 പേര് കോടതി പോയൊരു ചരിത്ര സംഭവമാണ്. ഒരുമിച്ച് പോയി നിങ്ങൾ എല്ലാവരും ഉത്തരവ് വാങ്ങിച്ചെടുത്തു. അത് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ന്യായമായ കാര്യം ചെയ്ത ജോലിക്ക് വേതനം ആദ്യം വാഗ്ദാനം ചെയ്തിട്ട് പിന്നീട് മാറിയതാണ്. അത് നിർബന്ധമായിട്ട് കൊടുക്കണം. ഇതൊന്നും എനിക്ക് തോന്നുന്നത് കൊടുക്കണ്ടെന്നൊന്നും വിചാരിച്ചിട്ടല്ല ജോലി, കാശിലാണ്ടാണ് സംഭവം. ശരിയാണ്, നമുക്കറിയാം. എന്നാലും നമുക്കിത് കൊടുക്കണ്ടേ? ആക്കല്ലേ? ജോലി ചെയ്തവർക്ക് പണം കൊടുക്കണ്ടേ? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലേ? ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെയല്ല ചെയ്തൊരു കാര്യത്തിന് വേണ്ടിയില്ല. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ KTPDS ആക്ടിലെ റേഷനിങ് ഓർഡറിലുണ്ടായ വ്യത്യാസം അനുസരിച്ച് ആക്ടിൽ ഒരുപാട് പ്രതികൂലമായ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വിശദമായ ഒരു ചർച്ച റേഷൻ വ്യാപാരികളുമായി നടത്തി വ്യാപാരികൾക്ക് പ്രതികൂലമായ കാര്യങ്ങൾ ഇതിനവരെ ബുദ്ധിമുട്ടിക്കുന്നത്. സംസ്ഥാനത്തിന്റെ 1964 കേരളത്തിൽ കേന്ദ്ര സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഒരു പൊതുവിതരണ സമ്പ്രദായം, ഒരു PDS പോകുന്ന സംസ്ഥാനമാണ് കേരളം. മാറി വരുന്ന ഗവൺമെന്റും പ്രതിപക്ഷവും എല്ലാവർക്കും അവകാശപ്പെട്ടാണ് നന്നായി പോകുന്നതാണ് കേരളത്തിലെ. നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ പറയും ഞങ്ങളുടെ PDS കാണും, നിങ്ങളുടെ പോലെ ഒന്നല്ല എന്ന് പറയുന്ന ആളാണ് നമ്മളെല്ലാം. ആ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് റേഷൻ വ്യാപാരികളാണ്. ആ റേഷൻ വ്യാപാരികളെ നിരാശപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്താൽ ആ പൊതുവിതരണ സമ്പ്രദായം താറുമാറാവും. ഈ സർവറിലെ തകരാറ് ചീത്ത കേൾക്കണാരാ? നിങ്ങൾക്ക് എന്താ സർവറായിട്ട് ബന്ധം?
റേഷൻ വ്യാപാരികൾക്ക്. സർവർ നന്നായില്ല, 2 ദിവസം റേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ റേഷൻ മേടിക്കാൻ വന്ന പാവം റേഷൻ കടക്കാരെ ചീത്ത വിളിച്ചിട്ടില്ലേ പോകുള്ളൂ അല്ലേ? അവരേത് എന്തുകൊണ്ടാണ് സർവർ? അത് റേഷൻ വ്യാപാരി വെച്ചിരിക്കുന്നതാണ്, സർവർ എന്നല്ല വിചാരിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് പ്രായോഗികമായ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ റേഷൻ വ്യാപാരി ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ട ക്ഷേമനിധിയിലേക്ക് സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നാണ് എന്റെ വിചാരം. ഇല്ല, സർക്കാർ കൂടി ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്ത് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം, രോഗ കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ കൂടി സഹായം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ആ ക്ഷേമനിധിയെ ഒന്നും കൂടി ബലപ്പെടുത്തി നന്നാക്കി മുന്നോട്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടായ നടത്തും. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ കാര്യത്തിൽ നിൽക്കും. ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കലർത്തുന്നില്ല. നിങ്ങളുടെ ഒരു ആവശ്യം എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തത്, ചെറുപ്പത്തിൽ എന്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടെങ്കിലും റേഷൻ കടയിൽ പോകാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അപ്പൊ എല്ലാ ആഴ്ചയും കൃത്യമായി റേഷൻ കടയിൽ പോയി ക്യൂ നിന്നതും അവിടെ നിന്ന് അരി അളന്നു മേടിക്കുന്നതും ഗോതമ്പ് വാങ്ങിക്കുന്നതും മണ്ണെണ്ണ മേടിക്കുന്നതും ഒക്കെ എന്റെ ഓർമ്മയിലുണ്ടായി ഒരു ബാല്യകാലത്ത്. റേഷൻ കടകളുമായി ബന്ധമില്ലാത്ത ആരുമുള്ള എല്ലാവർക്കും ഒരു ബന്ധവും ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നിലനിൽക്കേണ്ട ഒരു സിസ്റ്റമാണ്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇവിടെ ഭരണകക്ഷി MLA-മാരുണ്ട്, പ്രതിപക്ഷത്തെ MLA-മാരുണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൂട്ടായി ശ്രമിക്കും. ജോണി നെല്ലൂർ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തൽക്കാലം നമുക്ക് ജോയി MLA ചുമതലപ്പെടുത്താം. അത് അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടപ്പാക്കുന്ന ആളാണെന്ന് ജോണി നെല്ലൂർ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി അടിവരയിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഞങ്ങളെല്ലാം ഉണ്ട്. സ്റ്റീഫൻ ഉണ്ട് അല്ലെ, മോൻസി ജോസഫിന്റെ അതിമനോഹരമായി വിഷയം. ഞാനിത് ഒറ്റയടിക്ക് കാണാതെ പറയണത് രാവിലെ മോൻസി ജോസഫിന്റെ പ്രസംഗം കേട്ടാ. പണ്ട് എനിക്ക് അറിയാതില്ല, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടി നമ്മൾ ചെന്ന് പ്രസംഗിക്കുമ്പോൾ അന്ന് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നും കൂടി പുതുക്കി. മോൻസിന്റെ പ്രസംഗം ഞാൻ കേട്ട് അത് ബൈഹാർട്ടായിട്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. അത്രയും ഭംഗിയായിട്ട് പറഞ്ഞു. അവസാനം ഒരു ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടായപ്പോൾ പറഞ്ഞു അവർ സമരത്തിലാണ്, അവരുമായി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതിന് അനുകൂലമായ മറുപടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉള്ളൊരു പ്രതികൂലമായ ഒരു നിലപാട് സ്വീകരിക്കരുത്, അനുകൂലമായ നിലപാട് സ്വീകരിക്കണം. അപ്പോൾ ഏകദേശം ഒരു ധാരണയിലാണ് മോൻസിന്റെ കോളിംഗ് അറ്റൻഷൻ അവസാനിച്ചത്. അത് പ്രായോഗിക തലത്തിലേക്ക് മാറുന്നത് വരെ ജോയിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തമാശയായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം ഉത്തരവാദിത്തത്തോടു കൂടി അത് മുൻകൈയെടുക്കും. ഞങ്ങളെല്ലാം അതിന്റെ കൂടെ നിന്ന് തന്നെ പരിശ്രമിക്കും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 14,000 റേഷൻ വ്യാപാരികളെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരത്തെത്തി ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.